ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിലെ മൊഡ്യൂൾ 1-ലെ വേസ്റ്റസ് സോഴ്സസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് വേസ്റ്റസ് സോഴ്സസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് വേസ്റ്റസ്, മുനിസിപ്പൽ, ഇൻഡസ്ട്രിയൽ, മെഡിക്കൽ, യൂണിവേഴ്സൽ, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ ഡെബ്രിസ്, റേഡിയോ ആക്റ്റീവ്, മൈനിങ്, e-wastes ആൻഡ് അഗ്രികൾച്ചറൽ വേസ്റ്റസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേസ്റ്റസിനെ കുറിച്ചാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അതിൻ്റെ സോഴ്സസുകളും ക്യാരക്ടറിസ്റ്റിക്സുകളുമാണ് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. Solid wastes are all wastes arising from human and animal activities that are normally solid and that are discarded as useless or unwanted. ഹ്യൂമൻ ആൻഡ് ആനിമൽ ആക്ടിവിറ്റി കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂസ്ലെസ് ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള സോളിഡ് ഫോമിലുള്ള വേസ്റ്റസിനെയാണ് സോളിഡ് വേസ്റ്റസ് എന്ന് പറയുന്നത്. സോളിഡ് വേസ്റ്റസ് ഇൻക്ലൂഡ് ഗാർബേജ്, റബ്ബിഷ്, ഡിമോളിഷൻ പ്രോഡക്ട്സ്, സീവേജ് ട്രീറ്റ്മെൻറ്റ് റെസിഡ്യൂ, ഡെഡ് ആനിമൽസ്, മാനുവർ ആൻഡ് അതർ ഡിസ്കാർഡഡ് മെറ്റീരിയൽസ് എക്സെട്ര. സോളിഡ് വേസ്റ്റിൻ്റെ ചില ക്ലാസിഫിക്കേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗാർബേജ് മീൻസ് ഫുഡ് വേസ്റ്റസ് ആണ്, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഫുഡ് വേസ്റ്റസിനെയാണ് ഗാർബേജ് എന്ന് പറയുന്നത്. റബ്ബിഷ് മീൻസ് പേപ്പർ, ഗ്ലാസ്, പ്ലാസ്റ്റിക്, റബ്ബർ തുടങ്ങിയ ഡ്രൈ വേസ്റ്റസിനെയാണ് റബ്ബിഷ് എന്ന് പറയുന്നത്. ദെൻ ഡിമോളിഷൻ പ്രോഡക്ട്സ്, ബിൽഡിംഗ് ഒക്കെ ഡിമോളിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോഡക്ട്സ്, കോൺക്രീറ്റുകൾ, അതേപോലെ മേസണറിയുടെ പാർട്സുകൾ, അതേപോലെ ഗ്രാവൽസ്, ഡസ്റ്റ്, ഇതൊക്കെയാണ് ഡിമോളിഷൻ പ്രോഡക്ട്സിൽ വരുന്നത്. ദെൻ സീവേജ് ട്രീറ്റ്മെൻറ്റ് റെസിഡ്യൂ, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിലൊക്കെ അവസാനമായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ്, അതിൻ്റെ റെസിഡ്യൂ, സോളിഡ് ഫോമിലുള്ള റെസിഡ്യൂ. Then dead animals, manure and other discarded materials. Manure means excretion, other discarded materials. ഇപ്പോൾ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അതിലുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. There are two types of solid wastes. Solid wastes are mainly classified into two: municipal solid waste and industrial solid waste. Solid waste generated through domestic and commercial activities is defined as municipal solid waste, that is MSW or refuse. ഡൊമസ്റ്റിക്കും കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റസിനെ നമുക്ക് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്ന് പറയാം, അതല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേരാണ് റെഫ്യൂസ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഈസ് വേസ്റ്റ് ദാറ്റ് കംസ് ഫ്രം ദ പ്രൊഡക്ഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ്, മൈനിങ്, അഗ്രികൾച്ചർ, പെട്രോളിയം എക്സ്ട്രാക്ഷൻ, റിഫൈനിങ് എക്സെട്ര. അതായത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റസിനെ നമുക്ക് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്ന് പറയാം. പ്രൊഡക്ഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ നിന്നുണ്ടാവുന്ന വേസ്റ്റ്, മൈനിങ് എന്നുള്ള വേസ്റ്റ്, അഗ്രികൾച്ചറൽ വേസ്റ്റ്, പെട്രോളിയം എക്സ്ട്രാക്ഷൻ, റിഫൈനിങ് വേസ്റ്റുകൾ, ഇതൊക്കെ ഇൻഡസ്ട്രിയൽ വേസ്റ്റസിൽ ഉൾപ്പെടുത്താം. അപ്പോൾ സോളിഡ് വേസ്റ്റസ് ടു ടൈപ്സ് ആണ്: മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ സോളിഡ് വേസ്റ്റ്. Solid waste management may be defined as that discipline associated with the control of generation, storage, collection, transfer and transport, processing and disposal of solid wastes. അപ്പോൾ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഹെഡിങ് തന്നെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ സോളിഡ് വേസ്റ്റസിനെ എങ്ങനെ മാനേജ് ചെയ്യാം? സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് കൺട്രോൾ ഓഫ് ജനറേഷൻ, അത് ജനറേറ്റ് ചെയ്യുന്നതിനെ കൺട്രോൾ ചെയ്യുക, അതേപോലെ ജനറേറ്റ് ചെയ്തിരിക്കുന്ന സോളിഡ് വേസ്റ്റസിനെ സ്റ്റോറേജ് ചെയ്യുക, ദെൻ സ്റ്റോർ ചെയ്തെടുത്തുനിന്ന് കളക്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യുക, ഡിസ്പോസൽ യൂണിറ്റുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക, ദെൻ പ്രോസസ്സിങ് ചെയ്യുക, എങ്കിലും സോളിഡ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക, അതിനെ എന്തെങ്കിലും രീതിയിൽ ട്രീറ്റ്മെൻറ്റ്സുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. ദെൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവസാനമുള്ള വേസ്റ്റസിനെ നല്ല രീതിയിൽ എൻവയോൺമെൻറ്റലിന് കേട് വരാത്ത രീതിയിൽ അതിനെ ഡിസ്പോസ് ചെയ്യാം. അതിൻ്റെ ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വേസ്റ്റ് ജനറേഷനാണ്. ഡിഫറെൻറ്റ് സോഴ്സസുകളിൽ നിന്ന് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. വേസ്റ്റ് ജനറേറ്റ് ചെയ്തതിനെ സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ചെയ്യുന്നതിനെ അവിടുന്ന് സ്റ്റോർ ചെയ്ത ലൊക്കേഷനുകളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇത് ട്രാൻസ്ഫർ ചെയ്ത് വെഹിക്കിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ടു ഡിസ്പോസൽ യൂണിറ്റ്സ്. അതല്ലെങ്കിൽ ആ കളക്ട് ചെയ്യുന്ന പ്ലേസിൽ തന്നെ പ്രോസസ്സിങ്ങുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും രീതിയിൽ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലാൻഡ് ഫില്ല്, ബേണിങ്, അതേപോലത്തെ പ്രോസസ്സിങ് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ പ്രോസസ്സിങ് ചെയ്യുന്നു. ദെൻ
ഫൈനലായിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റിനെ ഡിസ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് സോഴ്സസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേസ്റ്റസ്. മെയിനായിട്ടുള്ള വേസ്റ്റിൻ്റെ സോഴ്സസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫോളോയിങ് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വേസ്റ്റ്: റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ്, മുനിസിപ്പൽ സർവീസസ്, ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സൈറ്റ്സ്, ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ. Next one is residential sources. The sources of residential wastes are single family and multi-family dwellings, low, medium and high density apartments. അതായത് ചെറിയ വീടുകളിൽ നിന്നുള്ള ഫാമിലീസൊക്കെ റിസൈഡ് ചെയ്യുന്ന റെസിഡൻഷ്യൽ ഏരിയാസ് നിന്നുള്ള വേസ്റ്റസുകൾ, അപ്പാർട്ട്മെൻറ്റ്സുകളിൽ നിന്നുള്ളൊക്കെ വേസ്റ്റസുകളാണ് റെസിഡൻഷ്യൽ വേസ്റ്റസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ഫുഡ് വേസ്റ്റസ്, പേപ്പർ, കാർഡ്ബോർഡ്, പ്ലാസ്റ്റിക്സ്, ടെക്സ്റ്റൈൽസ്, ലെതർ, യാർഡ് വേസ്റ്റസ്. യാർഡ് മീൻസ് മുറ്റം അല്ലെങ്കിൽ കോർട്ട് യാർഡ്, അവിടെ നിന്നൊക്കെയുള്ള വേസ്റ്റസ്. അവിടെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റസ്, മുറ്റം അടിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റസ്, ഇതൊക്കെയാണ് യാർഡ് വേസ്റ്റസിൽ വരുന്നത്. വുഡ്, ഗ്ലാസ്, ടിൻ ക്യാൻസ്, അലൂമിനിയം, അതർ മെറ്റൽസ്, സ്ട്രീറ്റ് ലീവ്സ്, സ്പെഷ്യൽ വേസ്റ്റസ് ലൈക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ബാറ്ററീസ് എക്സെട്ര. അപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് എക്യുപ്മെൻസിൻ്റെയൊക്കെ അത് കേട് വന്നാൽ വേസ്റ്റസ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് തള്ളുന്നുണ്ട്. അപ്പോൾ അതെല്ലാം റെസിഡൻഷ്യൽ വേസ്റ്റസിൽ നമുക്ക് ഉൾപ്പെടുത്താം. നെക്സ്റ്റ്, കൊമേഴ്ഷ്യൽ സോഴ്സസ് ഓഫ് വേസ്റ്റസ്. Commercial waste sources include stores, wastes from stores, restaurants, markets, office buildings, hotels, print shops, service stations, auto repair shops, etc. അതായത് കൊമേഴ്ഷ്യൽ ഷോപ്പുകളിൽ നിന്നും ബിൽഡിങ്ങുകളിൽ നിന്നുള്ളൊക്കെ വേസ്റ്റസ് ആണ് കൊമേഴ്ഷ്യൽ വേസ്റ്റസിൽ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കൊമേഴ്ഷ്യൽ വേസ്റ്റസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇറ്റ് ഇൻക്ലൂഡ്സ് പേപ്പർ, കാർഡ്ബോർഡ്, പ്ലാസ്റ്റിക്സ്, വുഡ്, ഫുഡ് വേസ്റ്റസ്, ഗ്ലാസ്, മെറ്റൽ വേസ്റ്റസ്, ആഷസ്, സ്പെഷ്യൽ വേസ്റ്റസ് എക്സെട്ര. സ്പെഷ്യൽ വേസ്റ്റസ് എന്ന് പറയുന്ന സമയത്ത് ഇലക്ട്രോണിക്സ് എക്യുപ്മെൻസിൻ്റെയൊക്കെ വേസ്റ്റസ്, അതൊക്കെ സ്പെഷ്യൽ വേസ്റ്റസിൽ പെടും. നെക്സ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ വേസ്റ്റസ്. ദ സോഴ്സസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വേസ്റ്റസ് ആർ സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, പ്രിസൺസ്, ഗവൺമെൻറ്റൽ സെൻറ്റേഴ്സ് എക്സെട്ര. അതായത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് വരുന്ന വേസ്റ്റസ്, സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, ജയിൽ, അതേപോലെ ഗവൺമെൻറ് സെക്ടേഴ്സുകളിൽ നിന്ന്, ഗവൺമെൻറ് ഓഫീസസുകളിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റസിനാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വേസ്റ്റസ് എന്ന് പറയുന്നത്. സെയിം വേസ്റ്റസ് തന്നെയാണ് കൊമേഴ്ഷ്യൽ വേസ്റ്റസിലുള്ള അതേ ടൈപ്പ് ഓഫ് വേസ്റ്റസ് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വേസ്റ്റസിലും ഉള്ളത്. വേസ്റ്റസ് ഇൻക്ലൂഡ് പേപ്പർ, കാർഡ്ബോർഡ്, പ്ലാസ്റ്റിക്സ്, വുഡ്, ഫുഡ് വേസ്റ്റസ്, ഗ്ലാസ്, മെറ്റൽ വേസ്റ്റസ്, ആഷസ് ആൻഡ് സ്പെഷ്യൽ വേസ്റ്റസ്. സെയിം തന്നെയാണ് കൊമേഴ്ഷ്യൽ വേസ്റ്റസിൻ്റെ അത് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വേസ്റ്റസിലും വരുന്നത്. നെക്സ്റ്റ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ ഓഫ് ബിൽഡിങ്സ്. മറ്റൊരു സോഴ്സാണ് വേസ്റ്റിൻ്റെ മറ്റൊരു സോഴ്സാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനും അതിൻ്റെ ഡിമോളിഷനും കാരണം ഉണ്ടാകുന്ന വേസ്റ്റസുകൾ. ദാറ്റ് സോഴ്സസ് ഇൻക്ലൂഡ് ന്യൂ കൺസ്ട്രക്ഷൻ സൈറ്റ്സ്, പുതിയ കൺസ്ട്രക്ഷൻ സൈറ്റുകൾ, അതേപോലെ റോഡ് റിപ്പയർ വർക്കുകൾ, റെനോവേഷൻ സൈറ്റ്സ്, പഴയ ബിൽഡിങ്ങൊക്കെ റെനോവേറ്റ് ചെയ്ത് പുതിയ ബിൽഡിംഗ് ആക്കുന്ന സൈറ്റുകൾ. റൈസിങ് ഓഫ് ബിൽഡിംഗ്. റൈസിങ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കൺട്രോൾഡായിട്ട്, എഫിഷ്യൻ്റായിട്ട്, സേഫായിട്ട് ബിൽഡിങ്ങിനെ ഡിമോളിഷൻ ചെയ്യുന്നതിനെയാണ് റൈസിങ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡിമോളിഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റുകൾ. ദെൻ ബ്രോക്കൺ പേയ്മെൻറ്റുകൾ പല സ്ഥലങ്ങളിലും കുണ്ടും കുഴിയൊക്കെ ആയിട്ട് അതൊന്നൊക്കെ അടർന്ന് കാണിട്ട് വേസ്റ്റസുകൾ ഫോം ചെയ്യും. ഗ്രാവൽ വേസ്റ്റസൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന വേസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേസ്റ്റസ് ആ വുഡ്, സ്റ്റീൽ, കോൺക്രീറ്റ്, ഡേർട്ട് എക്സെട്ര. അതായത് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും അത് ഡിമോളിഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റസുകൾ, പാർട്സുകൾ ഇത് വേസ്റ്റസ് ആയിട്ട് വരും. നെക്സ്റ്റ്, മുനിസിപ്പൽ സർവീസസ്. മുനിസിപ്പൽ സർവീസസ് ഇൻക്ലൂഡ് സ്ട്രീറ്റ് ക്ലീനിങ്, ലാൻഡ്സ്കേപ്പിംഗ്, ക്യാച്ച് ബേസിൻ ക്ലീനിങ്, പാർക്സ് ആൻഡ് ബീച്ചസ് ആൻഡ് അതർ റിക്രിയേഷണൽ ഏരിയാസ്. അപ്പോൾ അതായത് മുനിസിപ്പൽ സർവീസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സർവീസസാണ് സ്ട്രീറ്റ് ക്ലീനിങ്. ഒരു സ്ട്രീറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റസുകൾ, സോളിഡ് വേസ്റ്റസ്, പ്ലാസ്റ്റിക് പോലത്തെ ഫുഡ് വേസ്റ്റസ്, ഇങ്ങനത്തെ ഒരുപാട് വേസ്റ്റസുകൾ ഉണ്ടാവും. അതേപോലെ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ ലാൻഡിനെ പല രീതിയിലും മോഡിഫൈ ചെയ്യുന്ന അതിനെയാണ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കാണാം ചെടികളൊക്കെ ഒരു പ്രത്യേക ഹൈറ്റിൽ വെട്ടി ഒതുക്കി വളരെ നല്ല ഡിസൈനിൽ ആക്കുന്നത് കാണാം. അതേപോലെ വേറെ എന്തെങ്കിലും ഷേപ്പിലൊക്കെ വെട്ടി ഒതുക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ ചില സ്ഥലങ്ങളിൽ കൃത്യമായ ഇൻ്റർവെൽസിൽ
പുല്ലുകളിങ്ങനെ വെട്ടുന്നത് കാണാം. ഈ പാർക്കുകളിലൊക്കെ പുല്ലുകളൊക്കെ വെട്ടി കൃത്യമായിട്ട് ഒതുക്കുന്നത് കാണാം. അതിനൊക്കെ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റസുകൾ വരുന്നുണ്ട്. ദെൻ ക്യാച്ച് ബേസിൻ ക്ലീനിങ്. ക്യാച്ച് ബേസിൻ എന്ന് പറഞ്ഞാൽ റെയിൻ വാട്ടറൊക്കെ റൺ ഓഫ് ചെയ്യുന്ന ബേസിൻ അല്ലെങ്കിൽ ഡ്രെയിനേജുകൾ. ഈ ഡ്രെയിനേജുകൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വേസ്റ്റസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പാർക്ക്, ബീച്ചസ് ആൻഡ് അതർ റിക്രിയേഷണൽ ഏരിയാസ്. നമ്മൾ പാർക്കിലും ബീച്ചിലൊക്കെ നമ്മൾ പോകുന്നതാണ്. അവിടെ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റസുകൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡെയിലി വേസ്റ്റസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്നത് മുനിസിപ്പൽ സർവീസസ് എന്ന് പറഞ്ഞ ഒരു കോമൺ ഹെഡിങ്ങിൽ നമുക്ക് ഉൾപ്പെടുത്താം. ദാറ്റ് വേസ്റ്റസ് ഇൻക്ലൂഡ് സ്ട്രീറ്റ് സ്വീപ്പിംഗ്സ്, ലാൻഡ്സ്കേപ്പ് ആൻഡ് ട്രീ ട്രിമ്മിങ്സ്, ക്യാച്ച് ബേസ് ഡെബ്രീസ്, ജനറൽ വേസ്റ്റ് ഫ്രം പാർക്സ്, ബീച്ചസ് ആൻഡ് റിക്രിയേഷണൽ ഏരിയാസ്. നമ്മൾ പറഞ്ഞത് തന്നെ വേസ്റ്റസ് ഫ്രം പാർക്ക്, ബീച്ച്, റിക്രിയേഷണൽ ഏരിയാസ് ലൈക്ക് സൂ, അതേപോലെ സ്റ്റേഡിയംസ്, പ്ലേ ഗ്രൗണ്ട്സ്, ഇതൊക്കെ റിക്രിയേഷണൽ ഏരിയാസിൽ വരും. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള വേസ്റ്റസുകൾ. ക്യാച്ച് ബേസ് ഡെബ്രീസ്. ഡെബ്രീസ് എന്ന് പറഞ്ഞാൽ ക്യാച്ച് ബേസിൽ നമ്മൾ വേസ്റ്റസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ അടിഞ്ഞുകൂടുന്ന ആ ഒരു മെറ്റീരിയൽസിനെയാണ് ഡെബ്രീസ് എന്ന് പറയുന്നത്. അതേപോലെ ട്രീ ട്രിമ്മിങ്സ്. ട്രീകളൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റസുകൾ. ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന വേസ്റ്റസുകൾ. സ്ട്രീറ്റ് അടിച്ചു വരുന്ന സമയത്തുണ്ടാകുന്ന വേസ്റ്റസുകൾ. ഇതൊക്കെ മുനിസിപ്പൽ സർവീസ് സോഴ്സസ് എന്നതിൽ നമുക്ക് ഉൾപ്പെടുത്താം. നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സൈറ്റ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുണ്ട്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്, അതേപോലെ ഇൻഡസ്ട്രിയൽ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളുണ്ട്. ഇവിടെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റസ്, റെസിഡ്യൂൽ സ്ലഡ്ജ്, ഒരു സോളിഡ് വേസ്റ്റസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് റെസിഡ്യൂ എന്ന് പറയാം, റെസിഡ്യൂൽ സ്ലഡ്ജ് എന്ന് പറയാം. അപ്പോൾ ഇത്തരം വേസ്റ്റസുകളൊക്കെ വരുന്നത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സൈറ്റ് സോഴ്സസ് എന്ന് ആ ഒരു ഹെഡിങ്ങിൽ നമുക്ക് ഉൾപ്പെടുത്താം. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ സോഴ്സസ്. Industrial wastes are the wastes produced by industrial activities such as construction, light and heavy manufacturing, refineries, chemical plants, power plants, factories, mining operations, etc. എല്ലാ തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ പ്രോസസ്സുകളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റസിനെയാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റസ് എന്ന് പറയുന്നത്. സച്ച് ആസ് കൺസ്ട്രക്ഷൻ ആൻഡ് ലൈറ്റ് ആൻഡ് ഹെവി മാനുഫാക്ചറിങ്. ചെറിയ രീതിയിലുള്ള മാനുഫാക്ചറിങ് അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മാനുഫാക്ചറിങ്, എല്ലാ തരത്തിലുള്ള പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ്സുകളിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റസുകൾ. റിഫൈനറീസ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണശാലകൾ. മെറ്റൽ റിഫൈനറീസ് ഉണ്ട്, ഓയിൽ റിഫൈനറീസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള റിഫൈനറീസ് ഉണ്ട്. അവിടെ നിന്നൊക്കെയുള്ള വേസ്റ്റസുകൾ. കൂടുതലും ലിക്വിഡ് വേസ്റ്റസുകളാണ് ഉണ്ടാവുക, എന്നാലും സോളിഡ് വേസ്റ്റസുകളും ഉണ്ടാവും. റിഫൈനറീസ് നിന്നൊക്കെ സോളിഡ് വേസ്റ്റസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കെമിക്കൽ പ്ലാന്റ്സ്, പവർ പ്ലാന്റ്സ്, ഫാക്ടറീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറീസ് ഉണ്ട്. മൈനിങ് ഓപ്പറേഷൻസ്, ഇതൊക്കെ വേസ്റ്റസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റസുകളെല്ലാം നമുക്ക് ഇൻഡസ്ട്രിയൽ വേസ്റ്റസ് എന്ന് പറയാം, അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സോഴ്സസുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റസ് എന്ന് പറയാം. ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റസ് ഇൻക്ലൂഡ് ഇൻഡസ്ട്രിയൽ പ്രോസസ് വേസ്റ്റ്, സ്ക്രാപ്പ് മെറ്റീരിയൽ, ഡേർട്ട് ആൻഡ് ഗ്രാവൽ, ഹസാർഡസ് വേസ്റ്റസ്, കൺസ്ട്രക്ഷൻ വേസ്റ്റസ്, എക്സെട്ര. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റസ് ആണ്. എല്ലാ തരത്തിലുള്ള റബ്ബിഷ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, സ്ക്രാപ്പ് മെറ്റീരിയൽസ്, ഇതൊക്കെ ഇൻഡസ്ട്രിയൽ വേസ്റ്റസിൽ വരും. മെയിൻലി ഹസാർഡസ് വേസ്റ്റസിൻ്റെയൊക്കെ ഒരു മെയിനായിട്ടുള്ള സോഴ്സാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റസ്, ഇൻഡസ്ട്രിയൽ സോഴ്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അഗ്രികൾച്ചറൽ. ഡിഫറെൻറ്റ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റസ് ആണ് അഗ്രികൾച്ചറൽ വേസ്റ്റസ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചറൽ വേസ്റ്റ് ഈസ് ദ വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് വേരിയസ് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ്. ഇറ്റ് ഇൻക്ലൂഡ് manure and other wastes from farms, harvest waste, fertilizer and pesticides, spoiled food wastes, etc. അപ്പോൾ അഗ്രികൾച്ചറൽ ഫീൽഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുവർ, അതായത് എക്സ്ക്രീഷൻസ് ഓഫ് ആനിമൽസ്, ഫാമുകളൊക്കെ ഉണ്ടാവും, മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന ഫാമുകൾ, അവിടെയൊക്കെ ഉണ്ടാകുന്ന മാനുവർ, അതേപോലെ ഹാർവസ്റ്റ് വേസ്റ്റ്, അതായത് വിളവെടുപ്പ് സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റസുകൾ. ദെൻ ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ്സ്, ഒരുപാട് ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡ്സും ഒക്കെ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് വേസ്റ്റസ് ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. അതേപോലെ സ്പോയിൽഡ് ഫുഡ് വേസ്റ്റസ്, ഫാമുകളൊക്കെ മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ കൊടുക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റസുകൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അഗ്രികൾച്ചറൽ വേസ്റ്റസിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വേസ്റ്റസ്. നമ്മൾ ഒരുപാട് സോഴ്സസുകൾ പഠിച്ചു. റെസിഡൻഷ്യൽ സോഴ്സസ്, കൊമേഴ്ഷ്യൽ സോഴ്സസ്,
ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റസ്, മുനിസിപ്പൽ സർവീസസ്, ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സൈറ്റ്സ്, ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ. ഓക്കെ, ഇത്രയാണ് ഡിഫറെൻറ്റ് സോഴ്സസും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേസ്റ്റസും.